ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് അമ്മ മാതാവ് തന്ന വളരെയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് OET പാസ്സാവാനും നഴ്സിംഗ് പാസ്സാവാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും സാധിച്ചത്. UK എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ മാതാവിനെയും ഈശോയും കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഞാൻ കൂടുതലായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആത്മീയമായി ഞാൻ ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് പോലും ഞാൻ ചിലവഴിച്ചില്ലായിരുന്നു. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേ ബൈ ഡേ എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു സമാധാനമില്ല, സന്തോഷമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് എപ്പോഴും സങ്കടമാണ്. നമ്മൾ UK നമ്മുടെ പേരൻസും ഫാമിലിയും ആരും അവിടെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ യൂട്യൂബ് എടുത്തപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലൊരു സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് കുറേ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കരഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സോറി പറഞ്ഞു. കാരണം ഞാൻ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അമ്മയെ ഞാൻ മറന്നു, ഈശോയെ ഞാൻ മറന്നു പോയതിനെ ഓർത്ത് ഞാൻ സോറി പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാതിലിൽ വന്ന് ആരോ നോക്ക് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആൾ തോക്കൊക്കെ ഇട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു സിനഗോഗിൽ കുറച്ച് ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ മൊത്തം പ്രശ്നമായി. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞങ്ങളെ ആ 3 ദിവസത്തേന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് കയറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൽ ആ ഒരു ജാക്കറ്റ് മാത്രം ഇട്ട്, എൻ്റെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും മനസ്സിലായപ്പം മാതാവിന് അത്ര വലിയ ആ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കായിരുന്നു അറ്റാക്ക് വരുന്നത്. 3 ദിവസവും മാതാവാണെങ്കിൽ അമ്മയുടെ നീലക്കച്ചയിൽ എന്നെ പൊതിഞ്ഞ്, എനിക്കൊരു പ്രശ്നവും എൻ്റെ കയ്യിൽ ബാങ്ക് കാർഡ് ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാൻ ഇത്രയൊക്കെ മാതാവിനെ മറന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടും അമ്മ എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും നന്ദിയും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിനോർത്ത് സോറി പറഞ്ഞു.